വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇപ്പം ഒരു അമ്മയെ അന്വേഷിച്ച് നമുക്ക് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും എല്ലാം വന്നു തുടങ്ങി. അപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടി സമയമൊന്നുമില്ല. അവൻ്റെ കാര്യം നോക്കാനൊക്കെയാണ് സമയമല്ല. നമ്മുടെ കാര്യമൊക്കെ തുണി എനിക്കുന്നതായാലും ഫുഡ് ഉണ്ടാക്കി തരുന്നതും എല്ലാം അമ്മയാണ് ചെയ്തു തരുന്നത്. ഇപ്പോൾ അവൻ്റെ കാര്യം മാത്രം നോക്കാനാണ്, അവൻ്റെയും അവളുടെയും കാര്യം നോക്കാനാണ് ഞങ്ങൾക്ക് അമ്മമാർക്ക് സമയമുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇപ്പം കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുണ്ട്, എൻ്റെ പ്രഗ്നൻസിയിലുള്ള ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം അമ്മയായിട്ടുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെയും ചിന്നുണ്ട് എൻ്റെ അനിയത്തിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇപ്പോൾ രാവിലെ ഞാൻ എണീറ്റ്, രാവിലത്തെ ഇപ്പോൾ ഉറക്കമൊക്കെ രാത്രിയൊക്കെ നല്ല ഉറക്കം താമസം എന്ന് വെച്ചാൽ ഉറങ്ങുന്നുണ്ട് കുട്ടികൾ, പക്ഷേ അത് നല്ല താമസിച്ചൊക്കെയാണ് ഉറങ്ങുന്നത്. ഒരു 11, 12 അങ്ങനെയൊക്കെ. നമ്മൾ എണീറ്റിരിക്കുന്നതോടും ആ ഒരു സമയം ഫുള്ളും അവരും എണീറ്റിരിക്കും, അവർ ഉറങ്ങൂല, അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ 11:30 സംതിങ് ആയി, 11 എന്തോ ആയി. അതായത് ഉറങ്ങിയതിന് ശേഷമാണ് അവരുടെ രണ്ടുപേരുടെയും അച്ഛന്മാർ രാവിലെ വന്നിരുന്നത്. രാവിലെ വന്ന സമയത്ത് വീണ്ടും എണീറ്റു. അങ്ങനെ കുറേ നേരം അവൻ ഇതിനെ കണ്ടിട്ട് കുറേ നേരം കളിച്ച് ബഹളം ഉണ്ടാക്കിയൊക്കെ ശേഷം പിന്നെ ഞാൻ ഉറക്കി കിടത്തി. ഇപ്പോൾ സമയം 9 മണി, 8:30 കഴിഞ്ഞിട്ടാണ് എണീറ്റത്. ഇപ്പോൾ സ്ഥിരമായിട്ട് 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. റെസ്റ്റാണ്, ഒന്നും വയ്യ. പിള്ളേരെ കാര്യങ്ങൾ നോക്കി ഒന്നും അത് പഴയ റുട്ടീനിലോട്ട് വരുന്നില്ല. അതൊക്കെ ഇനി വരുത്തി എടുക്കണം. അപ്പോൾ ഇപ്പം എൻ്റെ ആദ്യൂട്ടനും എണീറ്റ്. ഞാനിപ്പോൾ എണീറ്റ് പല്ലിയേക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എൻ്റെ ആദ്യൂട്ടനും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെയും കുഞ്ഞുങ്ങളുടെയും ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. പിന്നെ തുലാം തുടങ്ങിയതിന് ശേഷം ഇന്ന് നല്ല മഴയുണ്ട്. ഇന്ന് സെക്കൻഡ് ഡേ ആണ്, തുലാം 2 അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ദീപാവലിയൊക്കെയാണ് തമിഴ്നാട്ടിലൊക്കെ. നമ്മളിവിടെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ന് രാത്രി തൊട്ട് നാളെ രാവിലെ വരെയൊക്കെയാണ് ദീപാവലി തമിഴ്നാട്ടിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കലണ്ടറിൽ നാളെയാണ് ദീപാവലി എങ്കിലും ഇന്ന് രാത്രി തൊട്ട് സെലിബ്രേറ്റ് ചെയ്തൊക്കെ തുടങ്ങും. അപ്പോൾ നല്ല മഴയുണ്ട്. ദീപാവലി സ്പെഷ്യൽ. ഞങ്ങൾ റോഡിക്ക് പടക്കത്തിൻ്റെ സൗണ്ടൊന്നും ഇഷ്ടമല്ല. സൗണ്ട് കേട്ട് അവൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതുങ്ങളെല്ലാം വലിച്ചു പിച്ച് എല്ലാം കളയും. റോണി അതുട്ടോ പറ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളം കുടിക്കുന്നില്ല. അങ്ങനെ എൻ്റെ അനിയത്തി പറഞ്ഞ ഐഡിയ ആണ് ഇങ്ങനെ 2 ലിറ്ററിൻ്റെ കുപ്പി വാങ്ങിച്ചെന്ന്. ആ കുപ്പി കണ്ടിട്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശരിയാണെന്ന് തോന്നുന്നു. കുപ്പിയുടെ ഭംഗി തീരുന്നവരെ നമ്മൾ വെള്ളം കുടിക്കും. ഇന്നലെ തന്നെ ഞാൻ 4 ലിറ്റർ അടുപ്പിച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അവളും അതേപോലെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം. ഇതിൽ സ്ട്രോ ഉണ്ട്. എനിക്ക് സ്ട്രോ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താമേ? ഇഡ്ഡലിയും തേങ്ങാ സാമ്പാർ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് കുമ്മ പെണ്ണേ സുന്ദരി, സുന്ദരി പെണ്ണേ ദുക്കുമ്മ പെണ്ണാണേ, സുന്ദരി പെണ്ണാണേ, വല്യമ്മ പെണ്ണാണേ. അച്ഛൻ വന്ന ഞാനെന്തിനും മിണ്ടാതിരിക്കണം? നമുക്ക് സ്നഗ്ഗി വാങ്ങിക്കാൻ പോകുന്നല്ലേ ഉള്ളു അച്ഛൻ. അമ്മ നിങ്ങൾ വള്ളിയമ്മ തമിഴ്നാട്ടിലല്ലേ? അപ്പം നിങ്ങൾ ദീപാവലിക്ക് പോയപ്പോൾ എന്തോന്നായിരുന്നു അവിടെ? ചെവിയിൽ എണ്ണ ഇങ്ങനെ ചൂട് എണ്ണ തിളപ്പിക്കും. രാവിലെ ചൂടാക്കിയിട്ട് അത് അവർ തലയിലും ചെവിയിലൊഴിക്കും. അപ്പം ഇന്ന് രാത്രി തൊട്ട് പടക്കം പൊട്ടിക്കാൻ തുടങ്ങും. രാത്രി മുതൽ നാളെ വെളുക്കണം. അവർ ഒരേ നെൽപ്പ് അങ്ങനെ നേരം വെളുക്കണം. അവർ എന്നിട്ട് രാവിലെ അവിടെ സ്പെഷ്യൽ എന്തോന്നാണ് ഫുഡ്? ഇഡ്ഡലി, ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ കറിയാണ് കൂടുതലും. പിന്നെ അതാണ് അവരെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ. അത് ചിലർ ഇതായിട്ട് എടുക്കും, സാമ്പാർ, വട, അങ്ങനെ. നമുക്കിന്ന് ഇവിടെ ഇഡലിയും സാമ്പാറും, തേങ്ങാ സാമ്പാർ. ദുക്കുമ്മ പെണ്ണേ സുന്ദരി, ദുക്കുമ്മ നോക്ക് ഇവിടെ. സുന്ദരി പെണ്ണാണേ, ദുക്കുമ്മ പെണ്ണാണേ, സുന്ദരിയെ.
ബൈ ബൈ. അവന് വേണ്ടി കോൺ ചെത്തി കൊടുക്കുന്ന ഭാര്യ. കുറച്ച് സോൾട്ട് ഞാൻ അമ്മ കാപ്പി കുടിക്കാൻ പോയി. ആക്ച്വലി അമ്മ ഞങ്ങൾ ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പ് രാവിലെ 8 മണിക്ക് കാപ്പി കുടിച്ച് 12:30 ചോറുണ്ട്, രാത്രി 8 മണിക്ക് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം സമയം 10 മണി ആവാറായി. ഇപ്പോഴാണ് കാപ്പി കഴിക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ ഞങ്ങൾ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലിപ്പം അമ്മ ഇഡലി തന്നത് ഞാൻ പിന്നെയും അമ്മ കഴിച്ചിട്ട് അടുത്ത ഓരോ കുട്ടികളെടുക്കും, അമ്മൂമ്മ കഴിച്ചിട്ട് അടുത്ത കുട്ടി എടുക്കും. അങ്ങനെയാണ് ഇങ്ങനെ കുട്ടികളെ മാറ്റി മാറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ കഴിക്കുമ്പോൾ എപ്പോഴും എനിക്ക് വിശന്നിരിക്കുമ്പോഴായിരിക്കും അമ്മ കഴിക്കണം. അപ്പോൾ അമ്മ എപ്പോഴും രാവിലെ ആയിരുന്നാലും ഉച്ചയ്ക്കായാലും രാത്രിയായിരിക്കും അമ്മയാണ് ആദ്യം കഴിക്കണമെങ്കിൽ എനിക്കും ഒരു വാ തരും. പടക്കം വയ്ക്കുന്നത് പട്ടിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അത് കാരണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇവർ എണീക്കുന്നതേ പാലുടിച്ചുകൊണ്ടായിരിക്കും എണീക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കളിച്ചതിന് ശേഷം വീണ്ടും പാലുടിച്ചിട്ട് ഉറങ്ങും. പക്ഷേ ഇന്ന് അവരുടെ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ റുട്ടീനെ തെറ്റി. നമ്മളിപ്പോൾ എണീറ്റ് ഇപ്പോൾ പാല് കൊടുത്തതേ ഉള്ളൂ, ഇനി കുറച്ച് നേരം കളിക്കും. ഇനി നമ്മൾ നൈറ്റ് 2 ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ രാവിലെ ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി അങ്ങോട്ട് തുണിയായിരിക്കും. തുണിയോ അല്ലെങ്കിൽ അവരുടെ ഇന്നർ തന്നെ എന്തെങ്കിലും ഇട്ടൊക്കെ കൊടുക്കും. ഇപ്പം ഉടുപ്പും നിക്കറും കൂടി കിട്ടണമെങ്കിൽ ഇപ്പോൾ നിക്കർ ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ തുണിയാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ആ നിക്കർ വെറുതെ എന്തിനാണ് വെച്ചേക്കുന്നത്, അത് തന്നെ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഇനി കുറച്ച് നേരം തറയിൽ കിടത്തും. അപ്പം കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇപ്പോഴുള്ള ശീലമുണ്ട്, ഇപ്പോഴും വായിൽ കഴിക്കും. അതവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഇതാണെന്നാണ് പറയാ. എനിക്ക് ഏത് സമയവും കൈ തുടക്കിയതാണ്. മോളു അമ്മയുടെ ഡുക്കുമോ, അമ്മയുടെ ഡുക്കുമോ. ചിരിച്ചു കാണിച്ചോട്, ചിരിച്ചു ഒരു ചിരി ചിരിച്ച്, ഒരു ചിരിച്ച് ചിരിച്ച്, ഒരു ചിരി ചിരിച്ച്, ഒരു ചിരി ചിരിച്ച്, ഒരു ചിരി ചിരിച്ച്. പൊന്നേ അമ്മയുടെ പൊന്നേ, അമ്മയുടെ രുക്കുവേ, അമ്മയുടെ രുക്ക് ചെല്ലാം ചെല്ലാം ചെല്ലാം. എല്ലാം കഴുകി ഡൈപ്പറൊക്കെ മാറ്റി സുന്ദരനായി. ഒരു ഇളക്കമാണ് ഇവിടെ കിടന്ന്. അടുട്ടോ അടുട്ടോ അടുട്ടോ. അയ്യോ, നമുക്ക് ഫേസ് വാഷ് ചെയ്യാം, നമുക്കിനി ഫേസ് വാഷ് ചെയ്യാം. നമ്മൾ രാവിലെ തന്നെ വൈറ്റമിൻ ഡി കൊടുക്കും, D3. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണത് കഴിക്കാൻ കുടിക്കാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഇടയ്ക്കൊരു ജലദോഷം വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഈ സലൈൻ നേസൽ ഡ്രോപ്സ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഡ്രോപ്സ് ഈച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ജലദോഷം ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ചെറുതായിട്ട് ഇങ്ങനെ ജലദോഷം ഉള്ളതുകൊണ്ട് ഞാനിപ്പം ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ ഡ്രോപ്സ് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ രുക്കുമ്പോൾ അവളുടെ നൈറ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് കുറച്ച് ഡേർട്ടി ആയതുകൊണ്ട് അവൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യും. ഇനി അവർക്ക് പ്ലേ ടൈമുണ്ട്. ഞങ്ങളൊരു പരമ്പ് വിരിച്ചങ്ങ് തറയിൽ കിടത്തും. രുക്കുമ്മ എപ്പോഴും അവനുമായിട്ട് ഐ കോണ്ടാക്റ്റ് വരാൻ വേണ്ടി നോക്കും. പക്ഷെ അവൻ ആ കോണ്ടാക്റ്റിൽ നിന്നൊക്കെ മാറി വേറെ എങ്ങോട്ടെങ്കിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. അവൾക്ക് അവൻ്റെ കൂടെ ഇത്തിരി ഇങ്ങനെ നോക്കി കളിച്ച് ചിരിക്കാനൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷെ അവൻ എന്തോ സിഗ്മയാണ് കേട്ടോ. അവൻ ഇങ്ങനെ തിരിഞ്ഞൊക്കെ ഇരിക്കും. ഞങ്ങൾ ഒരു പരമ്പ് വിരിച്ച് 2 പേരും അവിടെ കിടത്താൻ വേണ്ടി പോവുകയാണ്. ആ സമയം കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയും. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ആരുടെയെങ്കിലും മൂഡ് മാറുകയാണെങ്കിൽ അമ്മയോ ആരെങ്കിലും വന്ന് എടുത്തിട്ട് പോകും. എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. രുക്കുമ്മ ആക്ച്വലി നൈസ് ഗേളാണ്, പാവമാണ് അവൾ. എൻ്റെ മോൻ കുറച്ച് ടെററാണ്. അവനിപ്പോൾ ഒരു നിക്കറിഞ്ഞ ഇട്ട് കൊടുത്ത് അതിലിപ്പോൾ മുള്ളിയിട്ടുണ്ട്, അത് മാറ്റി കൊടുക്കട്ടെ. എന്നിട്ട് ഇവരെ നമുക്കിനി പരമ്പിൽ കാണാം. ഇപ്പോൾ ദുഃഖുമ്പോൾ വൈറ്റമിൻ D3 അടിക്കുകയാണ്. എന്താ ചിന്നു കഴിക്കുന്നേ? ആ കുപ്പി എങ്ങനെ യൂസ്ഫുൾ ആണോ? എത്ര ദിവസത്തേക്കെന്ന് അറിയില്ല, ഇപ്പോൾ യൂസ്ഫുൾ. ഇഡലിയും സാമ്പാറും. അപ്പോൾ കഴിച്ചിട്ട് വരാം. ഇങ്ങനെ കുറേ ടൈം ഇങ്ങനെ പ്ലേ ടൈമുണ്ട്. ചുമ്മാ കിടന്ന് കൈയും കാലും ഇട്ടടിക്കട്ടെ.
എന്തോന്ന് എന്ന് രാവിലെയും വൈകിട്ടും ഇവളുടെ ആരൗട്ടായത്? ഔട്ടായാ? ഓ ഗൈസ്, എന്നും രാവിലെയും വൈകിട്ടും ഈ സാധനം ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. പണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഇപ്പം കുട്ടികൾ വന്നതിന് ശേഷം ഒരു കുഞ്ഞ എന്ന രീതിയിൽ അവൾ എന്നും വീഡിയോ കോൾ ചെയ്യും. എന്ന് ചിരിച്ചു കാണിച്ചോളൂ. ഇവള് കോതമംഗലം കാര്യമാണ്. ഇപ്പോൾ കോതമംഗലത്ത് പഠിക്കാൻ പോയതിനു ശേഷം ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് ഇവളെ പറയുന്നത്. അവളെ ഇപ്പോൾ എക്സാമിന് പോയി ആദ്യം രുക്കു എന്നൊക്കെയാണ് ഇവളെ എഴുതി വെക്കാൻ വേണ്ടി പോണത്. അല്ല, ചൂടുവെള്ളത്തിലെ കുളി ഇതുവരെ തീർന്നില്ല. എൻ്റെ കുട്ടി അവിടെ ആക്കി തുടങ്ങി. ഓ, ഉറങ്ങാൻ വേണ്ടി എണീറ്റിട്ട് ഉറങ്ങിയില്ല. പാല് ഇത്തിരി കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കണതേ ഉള്ളൂ. ഇനി ഉറങ്ങാൻ വേണ്ടി പോണം. ഇവന്തൊന്ന് കുട്ടു എടുത്തോണ്ട് പോണോ? അങ്ങനെ രുക്കുമ്മ ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. രുക്കും ഒരു സ്റ്റെപ്പ് ഉറക്കമായിരുന്നു. അപ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് പാല് കൊടുത്ത് ഉറക്കിയപ്പോഴത്തേക്ക് രുക്കും എണീറ്റു. അവളെന്തോ ഉറക്കത്തിൽ പേടിച്ചിട്ട് എണീറ്റാണ്. ഭയങ്കര കരച്ചിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. നല്ല മീൻ എന്തെങ്കിലും കിട്ടണം എന്ന് വെച്ചാൽ ഇന്നലെ മാവേലി സ്റ്റോറിൽ പോയപ്പോൾ നമ്മൾ സപ്ലൈക്കോയിൽ പോയപ്പോൾ അമ്മ ബിരിയാണി റൈസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേ വിചാരിക്കുന്നതിന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് നല്ല മീൻ, ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. നല്ല മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിഷ് ബിരിയാണി വയ്ക്കും, ഇല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി നോക്കാം. ഫിഷ് ബിരിയാണി ഞാൻ കുറേ നാളെന്ന് വെച്ചാൽ ഏകദേശം 2 വർഷത്തിൽ കൂടുതലാവും കഴിച്ചിട്ട്. അപ്പോൾ ഒരു ഫിഷ് ബിരിയാണി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കുട്ടി ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പെട്ടെന്ന് കുളിച്ചിട്ട് വരാമെന്ന്. കുളിച്ചിട്ട് ബിരിയാണിയൊക്കെ വയ്ക്കുക, അടുക്കളയിലോട്ടൊക്കെ കയറാം. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു. പക്ഷേ എനിക്കൊന്നും മേക്കപ്പ് ചെയ്യാൻ, സെൽഫ് കെയർ ചെയ്യാനുള്ള സമയം മുഴുവൻ എൻ്റെ മോൻ തന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സെൽഫ് കെയർ ഒന്നുമില്ല. അവന് കിട്ടിയ ഹിമാലയയുടെ ലോഷനൊക്കെ എടുത്ത് തേക്കും, അതൊക്കെ തന്നെയാണ് സെൽഫ് കെയർ. അങ്ങനെ അവൻ അപ്പോഴത്തേക്കും പാല് കുടിക്കാൻ വേണ്ടി കരഞ്ഞു. അങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 11:45 പിന്നെ അമ്മമ്മ അവരെ രണ്ടുപേരും കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ, 1 മണിക്കൂറൊന്നും ഇല്ലല്ലോ ഉറക്കം, ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഉറങ്ങും. ഇപ്പോൾ ഇവർ ഉറക്കം കുറവാണ്, രാത്രിയാണ് ഉറങ്ങണത്. അല്ലാതെ ഉച്ചയ്ക്കായിരുന്നാലും രാവിലെ ആയിരുന്നാലും ആദ്യമൊക്കെ രാവിലെ കുറച്ച് നേരമൊക്കെ ഉറങ്ങുമായിരുന്നു, പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാലും ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇത്തിരി അടുത്ത് കിടത്തി ഉറക്കിയാൽ തന്നെയും അരമണിക്കൂർ, അപ്പോഴത്തേക്കും അവരുടെ സ്വഭാവമൊക്കെ വെളി വരും. അവർ കിടന്ന് ബഹളം ഉണ്ടാക്കി തുടങ്ങും. അങ്ങനെ അവൻ ഇപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന. ഇനി അവൻ കുളിക്കണം, അവർ രണ്ടുപേരും കുളിക്കണം. രുക്കും അവിടെ ആക്റ്റീവായിട്ട് കിടന്ന് ബഹളമാണ്. അത് എപ്പോഴും ഞാൻ നോക്കി 6 മാസം ആവണമെന്ന് തോന്നുന്നു. അങ്ങനെ പിള്ളേരെ കുളിപ്പിക്കാൻ വേണ്ടി പോകണം. കുഞ്ഞമ്മയെ എന്നും വിളിക്കും, രാവിലെയും വൈകിട്ടും. ഞാൻ 2 ദിവസം കുഞ്ഞമ്മയുടെ അവിടെ കുറച്ച് മുമ്പ് കുഞ്ഞമ്മയും വിളിക്കും, രാവിലെയും വൈകിട്ടും ഒക്കെ. അപ്പോൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ കുഞ്ഞമ്മ നന്നായിട്ട് അറിയാമെന്നുള്ളത് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. അങ്ങനെ 2 ദിവസം ഞങ്ങൾ അവിടെ പോയി നിന്നപ്പോഴും തിരിച്ചു വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കുഞ്ഞമ്മയ്ക്കും അവൾക്ക് അനിയത്തിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മമ്മ ഇടയിൽ ഹാൻഡ് ഓവർ ചെയ്ത് ഇനി നമുക്ക് ഫിഷ് ബിരിയാണി അതെട്ടോ. ബൈ. അപ്പോൾ ഇപ്പോൾ 2 മണിയായി, നമുക്ക് ഫുഡ് കഴിക്കാം. വിശന്ന് അടക്കളവേദിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ നല്ല രീതിയിൽ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പം ഇനി എന്താ ഒരു ഉറക്കം. കുഞ്ഞുങ്ങൾ ഉറങ്ങുമെന്ന് അറിഞ്ഞൂടെങ്കിലും ഒന്ന് ഉറക്കി നോക്കാം. ഇപ്പോൾ സമയം വന്നിട്ട് 2:45. നമുക്കൊന്ന് ഉറങ്ങാൻ ട്രൈ ചെയ്ത് നോക്കാം. അതുട്ടാ അങ്ങനെ കുറേ നാൾക്ക് ശേഷം നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നല്ല അടിപൊളിயாக ഉറങ്ങി. അത് ബിരിയാണിയുടെ എഫക്റ്റ് ആണോ എന്നുള്ളത്. നല്ല രീതിക്ക് വെച്ചാൽ നല്ല രീതിക്ക് ഉറങ്ങി.
രുക്കുമ്മ ഇപ്പോൾ ഉറങ്ങുന്നതേ ഉള്ളൂ. രുക്കുമ്മ അധികം ഉറങ്ങിയില്ല. ചിന്നുവിനായിട്ട് പാടുപെടുത്തി അങ്ങനെ ഇപ്പോഴാണ് ഒത്തിരി ഉറങ്ങുന്നത്. അവൻ എണീറ്റ് ഒരു 2.5 മണിക്കൂർ ലോങ്ങായിട്ട് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും പടക്കമൊക്കെ പൊട്ടിത്തുടങ്ങി. ഞാൻ കഴിഞ്ഞ വർഷം ഡേറ്റ് ഒക്ടോബർ 31 ദീപാവലി. കഴിഞ്ഞ വർഷം ദീപാവലിയുടെ അന്നാണ് എനിക്ക് എൻ്റെ ആദൂട്ടനുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അന്നാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആവുന്ന ദിവസം. അപ്പോൾ എനിക്ക് ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ദീപാവലി ആയപ്പോൾ എനിക്കതാണ്. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പോസിറ്റീവ് ആയപ്പം ഇവിടെ വന്നു. അതിനുശേഷം ശ്യാം ചേട്ടൻ ഉണ്ടായിരുന്നു. ശ്യാം ചേട്ടൻ പടക്കമൊക്കെ വാങ്ങിച്ചത് ഞങ്ങളിവിടെ പൊട്ടിക്കുക ആഘോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടും പിന്നെ അതുമല്ല അച്ഛൻ്റെ അന്ന് തൊട്ട് അച്ഛൻ വഴക്ക് പറയും. അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അച്ഛൻ്റെ പട്ടി. റോണി ഭയങ്കര ഇഷ്ടമുള്ളതാണ് അച്ഛന്. അതേപോലെ തന്നെ അച്ഛനെയും അത്ര ഇഷ്ടമാണ്. അപ്പോൾ പട്ടിക്ക് ഈ പടക്കത്തിൻ്റെ സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും പട്ടി. അവിടെയൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കി അവിടെയൊക്കെ കീറി വലിച്ച് നാശമാക്കിയിടും. അപ്പോൾ അച്ഛൻ പറയും നമ്മൾ പടക്കം വാങ്ങിക്കരുത്, പടക്കം വെക്കരുത്, പട്ടിക്ക് ഇഷ്ടമല്ല, അതാണ് ഇതാണെന്നൊക്കെ പറയും. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആഘോഷിച്ച്. ഈ പ്രാവശ്യം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടും പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് പടക്കമൊക്കെ അങ്ങനെ വാങ്ങിച്ച് പൊട്ടിക്കാൻ. ഇപ്പോൾ അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട്, അവരാരും രണ്ടുപേരും ഇല്ല, ശ്യാം ചേട്ടനും ഇല്ല, അഖിലും ഇല്ല. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വാങ്ങിച്ച് പൊട്ടിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എല്ലായിടത്തും വെടി ശബ്ദമൊക്കെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി കുറച്ച് നേരം നമ്മളിങ്ങനെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കും. ഈ നൈറ്റത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് പൂരി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യണം. അമ്മ അവിടെ വിളക്കതിച്ച് പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണ ഉത്തനല്ല ജാതി എന്ന് പോഷരായ വർഗണം ചൊൽകിലും ഡിഷു 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 അയ്യേ അങ്ങനെ നൈറ്റ് കഴിക്കാൻ വേണ്ടി അമ്മ ഒരു റെസിപ്പി കണ്ടിട്ട് പറഞ്ഞു തന്നതാണ്. ഉള്ളിക്കറി വയ്ക്കുമ്പോൾ കുറുമ പോലെ വയ്ക്കുന്നത്. അങ്ങനെ കുറുമക്കറി പോലെ വെച്ചിട്ട് മുട്ട വെച്ചിട്ട് ഒരു കറി. പൂരിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. എൻ്റെ മോൻ വയലൻ്റ് ആവുന്നതിൻ്റെ സമയം അടുത്തിരിക്കുകയാണ് ഗൈസ്. ഇനി അവൻ വയലൻ്റ് ആവും. ഒരു 8:30 ശേഷം അവന് ഉറക്കത്തിൻ്റെ ഒരു ഭ്രമം കൂടിയിട്ട് കിടന്ന് ബഹളമായിരിക്കും. മേല് കഴുകി എടുത്തു കഴിഞ്ഞ് അവൻ ഉറങ്ങണവരെ പ്രശ്നക്കാരനായിരിക്കും. നമ്മൾ വിചാരിക്കും കൊച്ചിന് എന്തെങ്കിലും കടിച്ച് അങ്ങനെയാണ് അവൻ വിളിച്ച് കൂടാം. അവൻ വേദനിച്ച് കരയുന്ന അത്രയും ഇതിലാണ് അവൻ ഉറങ്ങാൻ വേണ്ടി കരയുന്നത്. അങ്ങനെ ആദൂട്ടൻ്റെ നൈറ്റ് ബാത്ത് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആദൂട്ടാ തണുക്കണടാ. പ്ലെയർ ആയിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഏറ്റവും നല്ലൊരു ഗെയിം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു സിമ്പിൾ ഡേ ഇൻ അവർ ലൈഫ്. അപ്പം ആദൂട്ടൻ ഒരു സ്റ്റെപ്പ് ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റിട്ടുണ്ട്. ഇനി അവനൊരു 11:30 വരെയൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്റ്റെപ്പ് ഉറങ്ങുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഡേ. രുക്കും അതിനേക്കാളും താമസിക്കും. 11:30 എന്ന് പറഞ്ഞാൽ 12 ആവും. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അവൾ 11:30 മുമ്പ് ഉറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളങ്ങനെ പാൽ കുടിക്കും, കിടന്നുറങ്ങും. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഡേ പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.